MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് വളരെ സോഫ്റ്റായ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 സ്ലൈസ് ബ്രെഡാണ്. ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതിന്റെ അരികൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഈ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. പഞ്ചസാര മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 നുള്ളു ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇനി നമുക്കിത് ഈ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ അധികം പൊടിഞ്ഞു പോകേണ്ട. ബ്രെഡിന്റെ അരികൊക്കെ ഇടയ്ക്ക് കിടക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നത്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ച് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യൊഴിച്ച് എല്ലാ സൈഡിലേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. പാത്രം തട്ടിലേക്ക് വെച്ചിട്ട് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വെച്ചിട്ടിപ്പോൾ 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ട് വേർപെടുത്തിയിട്ട് വേണം നമുക്കിത് മുറിച്ചെടുക്കാൻ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയ അതുപോലെ നല്ല ടേസ്റ്റി ആയ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.